ഹലോ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ, എനിക്കും സുഖമാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും അൻഫിയും കൂടെ വെളിയിൽ പോകുന്ന വീഡിയോ ഉണ്ടോ. പ്രീ പ്ലാൻഡ് ഒന്നല്ലായിരുന്നു, ഇപ്പോഴാണ് പ്ലാൻ ചെയ്തത്. അവൾ പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ വെളിയിൽ പോകാൻ വന്നപ്പോൾ നല്ല ക്ലൈമറ്റ്, അപ്പോൾ പോകാമെന്ന് ഓർത്ത് കേട്ടോ. അപ്പം നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോയത് ഈദൽസിലാണ്. ഈദൽസിൻ്റെ വീഡിയോ ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ട്. ഇത് യാൽമർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സാധനങ്ങളും ഫസ്റ്റ് ഹാൻഡ് സാധനങ്ങൾ നമുക്ക് ഭയങ്കര റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ഞങ്ങളത് നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവൾക്ക് കുറച്ച് ഇൻവേസ് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നൈഫ് കാര്യങ്ങളൊക്കെ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ഞങ്ങളതൊക്കെ നോക്കി. അപ്പം അവിടെ കുറേ സമ്മർ കളക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നോക്കി. പിന്നെ നമ്മൾ പെണ്ണുങ്ങളാണല്ലോ, അതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പം ഞാനകത്ത് കയറിയിട്ട് ഒരു നെയിൽ കട്ടറും പിന്നെന്തായിരുന്നു വേറെ എന്തോ ഒരു സാധനം മേടിച്ചിട്ടോ, എനിക്ക് ഓർമ്മയില്ല എന്താണ്. കാജലാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല പിഗ്മെൻറ്റഡ് ആയിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ കാജൽ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെങ്കിലും നല്ല കാജലൊക്കെ തന്നെയായിരുന്നു. പിന്നെ അവൾ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് മേടിക്കണ്ട പറഞ്ഞു. പിന്നെ ഞങ്ങൾ അടുത്തൊരു സ്റ്റോറിൽ കയറി. ഇത് അവിടെ അടുത്ത് തന്നെയുള്ളൊരു സ്റ്റോറാണ് കേട്ടോ. അല്ല സോറി, ഇതും ഇതൽസ് തന്നെയാണ്. കാരണം ഞങ്ങൾ അന്നൊരു 5-6 കടകളിൽ പോയതുകൊണ്ട് ഞങ്ങൾക്ക് ഓർമ്മയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അതിനൊക്കെ ശേഷമാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അവിടെ കുറേ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ഇപ്രാവശ്യം ഡ്രസ്സുകളെക്കാളും കൂടുതൽ കുറച്ച് സ്കിൻ കെയർ പ്രോഡക്ട്സൊക്കെ അപ്പോത്തക്കറ്റിലും അങ്ങനത്തെയൊക്കെ മേടിക്കാനുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഡ്രസ്സിൽ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തില്ല. ഞാൻ ഡ്രസ്സ് മേടിക്കണില്ല എന്നൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അവളിങ്ങനെ കുറേ ഇൻവേഴ്സും കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷേ അവൾക്കൊന്നും സെറ്റായില്ല. നമ്മൾ അടുത്തതിൽ പോയി നമ്മളവിടെ ഹായ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ തൊട്ടടുത്ത് തന്നെ ബാക്ക ഔട്ട്ലെറ്റ് ഉണ്ട്. ഇവിടെ വന്നിട്ട് യൂസ്ഡ് സ്റ്റോറാണ് കേട്ടോ. ഇത് യൂസ്ഡ് ക്ലോത്ത്സും എല്ലാ സാധനങ്ങളും ബെഡ്ഷീറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു ഇവിടെ ചേച്ചി ഈ ബെഡ്ഷീറ്റൊക്കെ ഭയങ്കര ചീപ്പായിട്ട് കിട്ടും, യൂസ്ഡ് ആയിരിക്കും പക്ഷെ നല്ലതായിരിക്കും കേട്ടോ. ഇവിടെ ഇതൊക്കെ 19 ക്രോണ മുതൽ സ്റ്റാർട്ടിംഗ് ആണെന്ന് പറയാൻ നോക്കിയതാണ്, പക്ഷേ അത് 49 ആയിരുന്നു. അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. കാരണം 49 നമുക്ക് 157 പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് സാധനം കിട്ടുമല്ലോ, ബ്രാൻഡഡ്. അപ്പം ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പം അവൾ ഇങ്ങനെ ഓടിപ്പടച്ചിട്ട് എല്ലായിടത്തും കയറി നോക്കുന്നുണ്ട്. ഞാനും ഇങ്ങനെ ഡെനിമും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വെച്ചു. കാരണം ഞാനിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത്. ഇത് ഞങ്ങൾ യാൽമാറിൽ പോയപ്പം അവിടെ കണ്ടപ്പോൾ അങ്ങനെ കയറിയത് കേട്ടോ. അന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു മോർണിംഗിൽ തന്നെ ഇറങ്ങി, ഞങ്ങൾ രാത്രി ആയിട്ടുണ്ടാവും, ലൈക്ക് ഈവനിങ് നല്ല ലേറ്റ് ആയിട്ടുണ്ടാവും ഞങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടാവും. കാരണം ഞങ്ങൾ ഒത്തിരി ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളിവിടെ വന്ന് ഡ്രസ്സൊന്നും കാര്യങ്ങളൊന്നും നിങ്ങളിവിടെ ഒത്തിരി കൊണ്ടുവരണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പോൾ നമുക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ് ഒത്തിരി ഡ്രസ്സ് ക്യാരി ചെയ്ത് വന്നത്, അത് വേണ്ടായിരുന്നു. പിന്നെ അവൾ ഈ ഒരു ജാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കാഷ്വൽ കം ഫോമൽ ജാക്കറ്റ്സാണ്. അപ്പോൾ അകത്തൊരു വൈറ്റ് ഒരു ക്രോപ്പ് ടോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പൊക്കെ ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്യാമെന്ന് അവളോട് പറഞ്ഞു. ഷീ ലൈക്സ് ഇറ്റ്. അപ്പോൾ അവളത് വാങ്ങിച്ചു കേട്ടോ. 69 ക്രോൺസ് എങ്ങാണ്ട് ആയത്. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ചേച്ചി 69 ക്രോൺസാണ്. ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്ക്, നമുക്ക് ഇങ്ങനെ നമ്മൾ ആഗ്രഹങ്ങളൊന്നും മാറ്റി വയ്ക്കരുത് പറഞ്ഞു. പിന്നെ ഞങ്ങൾ സാധാരണഗതി ഞങ്ങളുടെ പട്ടിഷൊക്കെ എടുത്തു. അപ്പോൾ അവൾ ബില്ല് ചെയ്യാണ്. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ യൂസ്ഡ് സാധനങ്ങളാണെങ്കിലും നമുക്ക് ഇൻ കേസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ ടാഗും അതുപോലെ ബില്ലും ഉണ്ടെങ്കിൽ നമുക്കത് എക്സ്ചേഞ്ച് ചെയ്യാം കേട്ടോ, മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ റീഫണ്ട് മേടിക്കാം. അത് എല്ലാ ഷോപ്പിലും അങ്ങനെ റീഫണ്ട് ഉണ്ട്. നമ്മുടെ നാട്ടിൽ എല്ലാ ഷോപ്പിലും റീഫണ്ട് കിട്ടാറില്ലല്ലോ. നമുക്ക് വേറെ പ്രോഡക്റ്റ് എടുക്കാമെന്നല്ലേ പറയാറുള്ളൂ. ഇവിടെ റീഫണ്ട് കിട്ടും കേട്ടോ. നമ്മൾ ആ കാർഡ് വെച്ച് നമ്മൾ ഏത് പേയ്മെൻ്റ് ആണോ ചെയ്തത് ആ കാർഡ് അവിടെ തന്നെ സ്വൈപ്പ് ചെയ്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ എമൗണ്ട് ക്രെഡിറ്റ് ആവും. അപ്പം നമ്മൾ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി ഞങ്ങൾ അവിടുന്ന് പയ്യെ ഇറങ്ങി. അപ്പം ഞാൻ ഇതിൻ്റെയൊക്കെ വിഷ്വൽസ് നിങ്ങൾക്ക് കാണിച്ചപ്പോൾ അവൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുക, ഇനിയിപ്പോൾ പൈസ പോയല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ വേറൊരു ഷോപ്പ് കയറി കേട്ടോ. ഇത് ഫസ്റ്റ് ഹാൻഡ് ഷോപ്പാണ്. ഇവിടെ വന്നിട്ട് നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും, ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ ഞാൻ വന്നിട്ട് ഒരു ടീഷർട്ടും ഒരു ടോപ്പും മുൻപേ എടുത്തിട്ടുണ്ട്. അപ്പം അത് അവൾ വന്നിട്ടില്ല. അപ്പം ഞാൻ അവളോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഷോപ്പ് ഉണ്ടടാ നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി നോക്കിയതാണ്. ഇവിടെ വന്നപ്പോൾ നല്ല ഡ്രസ്സ് കണ്ടു. അപ്പം എനിക്കൊരു സ്ലീവ്ലെസ് ടോപ്പ് എടുക്കണം തോന്നി. വലിയ മോഡൽ ടോപ്പൊന്നും അല്ല കേട്ടോ, നമ്മളെ നോർമലി ഉള്ള ടോപ്പാണ്. പക്ഷെ എനിക്കത് എടുക്കണം തോന്നിയപ്പോൾ ഞാനത് മേടിച്ചു.
പിന്നെ ഇവിടുന്ന് ഞങ്ങൾ 2 പേരും പെർഫ്യൂംസ് മേടിച്ചു. ഞാൻ 2 പെർഫ്യൂം, അവൾ 2 പെർഫ്യൂം. പിന്നെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഉണ്ടാവില്ലേ, നമ്മൾ ഈ നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. പിന്നെ ഇത് നമ്മൾ നോർഡ്സ്റ്റൺ മാളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ അവളോട് ഞാൻ പറഞ്ഞു, നീ ബാക്കിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് വാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ നോർഡ്സ്റ്റൺ മാളിലേക്ക് വന്നു. അവിടെ കുറച്ച് അപ്പോട്ടൊക്കെട്ടിൽ അവിടെ ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നോർമലിലൊക്കെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ അവസാനം ഫ്രോയിലുണ്ടേക്ക് പോകാമെന്ന് വെച്ചു കേട്ടോ. ഫ്രോയിലുണ്ടാണ് അവൾ താമസിക്കുന്നത്. അപ്പോൾ അവളെ വീട്ടിൽ ചെല്ലാം, അവിടുന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു. ഇപ്പം തന്നെ ഏകദേശം ഒരു 5 മണി ആയി കാണും കേട്ടോ ഏകദേശം. അപ്പം ഞങ്ങൾ അവിടെ ഹെം ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഒരു ചൈനീസ് സ്റ്റോറിൽ കയറി ഫുഡൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് അവരുടെ പുതിയ അപ്പാർട്ട്മെൻറ്റ്. സ്റ്റുഡൻറ്റ് ബോസ്റ്ററിൻ്റെ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റാണ്. നല്ല അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്നിട്ട് കാർട്ടൂൺ കാണുന്നുണ്ട് കേട്ടോ. മഹാഭാരതത്തിലെ അവളിതാ അവിടെ ബിരിയാണി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കൻ ഇളക്കാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും പോയിട്ട് ഇളക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അരിയൊക്കെ വാർത്ത് വെച്ചതും ദമ്മിട്ടതൊക്കെ ഞാനാണ് കേട്ടോ. പിന്നെ ഇതാണ് അവർ വ്യൂ ബാൽക്കണിയിൽ നിന്ന്. അതെല്ലാം കഴിഞ്ഞ് ഞാനൊരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. രാത്രി 9 മണിയാണ് കേട്ടോ. ഇത് 9 മണിയോ 8:30യോ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഞാൻ ബസ്സിൽ തിരിച്ചിങ്ങനെ വരികയാണ്. അവിടെ നിന്ന് നമുക്ക് ബസ് വന്ന് പിന്നെ ബ്രൂൺസ് പാർക്കിൽ വന്ന് പിന്നെ ട്രാം എടുത്ത് വരണം. അങ്ങനെയായിരുന്നു. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. ഫുൾ ഡേ പോയത് തന്നെ അറിഞ്ഞില്ല. ഞാനിവിടെ വന്നിട്ട് ഇങ്ങനെ ഔട്ടിങ്ങിന് പോകുന്നു ഇപ്പോഴാണ് കേട്ടോ, ഈ സമ്മർ ആയതിനു ശേഷം. എനിവേയ്സ് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഫൈനലി നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്തി, വീടിൻ്റെ അവിടെ എത്തി. ഇൻ ബിറ്റ്വീൻ ബ്രൂൺസ് പാർക്കിൽ ഇറങ്ങിയപ്പം അവിടുന്ന് ട്രാം കിട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ അതിനകത്ത് നോർഡ്സ്റ്റൺ മാളിൻ്റെ ഉള്ളിൽ കൂടെ കയറി. നോർഡ്സ്റ്റൺ വന്നപ്പം ട്രാമില്ല. അഗെയിൻ അവിടെ ഒരു സ്വീഡിഷ് കപ്പിളിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്തോ ട്രാമിൻ്റെ ഇഷ്യൂ ആ പറഞ്ഞപ്പം ലീലാബോമൻ നടന്ന് അങ്ങനെയൊക്കെ ട്രാം പിടിച്ച ഒടുവിൽ നമ്മൾ ഫ്ലാറ്റിന് മുമ്പിലെത്തി. ഇപ്പോൾ ഏകദേശം 9:30 ആയി നൈറ്റ്. ബട്ട് സ്റ്റിൽ ഭയങ്കര വെളിച്ചം കണ്ടോ. അപ്പോൾ ഇനി ഞാൻ ചെന്ന് ഒന്ന് കുളിക്കണം, ഫ്രഷ് ആവണം. തീരെ വയ്യ. കാരണം നമ്മളിവിടുന്ന് ഏകദേശം ഒരു 11 o'clock നമ്മളിവിടുന്ന് പോയതാണല്ലോ മോർണിംഗ്. അപ്പോൾ അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല ടയർഡാണ്. പിന്നെ ഇൻ ബിറ്റ്വീൻ എനിക്ക് പീരിയഡ്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ നല്ല ടയർഡാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം.